നീറ്റ് 2024 അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്. ഈ ഒരു സമയത്ത് നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ഉള്ളത്. അതിന് കൃത്യമായ മറുപടിയുമായി ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്നൊരു പ്രോഗ്രാമുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശിവൻ സാറിനൊപ്പം 79ാമത് എപ്പിസോഡിൽ നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും കമൻറ്റ് ചെയ്ത എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മറുപടി പ്രോഗ്രാമിലും ഒരുപാട് മാതാപിതാക്കളും വിദ്യാർത്ഥികളും കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കുമുള്ള കൃത്യമായ മറുപടി ശിവൻ സാർ തരുന്നതായിരിക്കും. ആദ്യം മാതാപിതാക്കളും വിദ്യാർത്ഥികളും കഴിഞ്ഞ വാരം ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം. SC സ്റ്റുഡൻസിന് നീറ്റ് കിട്ടാൻ എത്ര മാർക്ക് വേണം? വെല്ലൂരിലെ നഴ്സിംഗിന് മെയിൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുമോ? സായി സുദർശൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തുടങ്ങി റാങ്കിംഗ്, ബോണ്ട്, ശമ്പളം, നിയന്ത്രണം എന്നിവ വിവരിക്കാമോ? ജിപ്മർ BSc നഴ്സിംഗ് നീറ്റ് കട്ട് ഓഫ് എത്രയാണ്? MBBS കോഴ്സ്, നമ്പർ ഓഫ് പ്രൈവറ്റ് സീറ്റ്സ് ആൻഡ് ഫീസ് സ്ട്രക്ചർ. നീറ്റ് എക്സാമിന് അപേക്ഷിക്കുമ്പോൾ തന്നെ EW സർട്ടിഫിക്കറ്റ് വെക്കണം. NRI സ്റ്റുഡൻസ് എലിജിബിലിറ്റി ഫോർ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് റിസർവേഷൻ കോട്ട. കർണാടക ആൻഡ് കേരള മെഡിക്കൽ കോളേജസ് കട്ട് ഓഫ്സ് ആൻഡ് ആനുവൽ ഫീസ്. വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. What is dual nativity? Eligibility in Karnataka and Kerala government MBBS seats, state counseling process. Kerala MBBS seat sports quota, state-wise participation certificate or winning certificate. St. George's Medical College fee structure and Latin Catholic students fee. സാർ, നമ്മുടെ ഒരു പ്രേക്ഷക ആവണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആദ്യത്തെ ചോദ്യം എന്നാണ്, സാർ OBC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാൻ മിനിമം എത്ര സ്കോർ വേണം? BDS ആൻഡ് BSc അഗ്രികൾച്ചർ കിട്ടാൻ എത്ര സ്കോർ വേണം? OBC എന്ന് കോമൺ ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം, നീറ്റ് എക്സാമിന് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ അപ്ലൈ ചെയ്യുമ്പോഴും സീറ്റ് കിട്ടുമ്പോഴുമാണ് 27% OBC സംവരണം ഉണ്ടാകുന്നത്. കേരളത്തിൽ OBC സംവരണം കിട്ടുന്നത് ഈഴവ വിഭാഗം 9%, മുസ്ലിം സമുദായം 8%, BH, BX, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, അങ്ങനെ ഓരോ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട ജാതികൾക്കുമാണ് ഇവിടെ റിസർവേഷൻ. അതുകൊണ്ട് ഇദ്ദേഹം കോമൺ ആയിട്ട് OBC എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇദ്ദേഹം ഏത് OBC കാസ്റ്റിലുള്ളതെന്ന് നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ടൊരു ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗത്തിൽ 640 മാർക്ക്, ഈഴവ വിഭാഗത്തിലാണെങ്കിൽ 610 മാർക്ക്, മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ 620 മാർക്ക്, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലൊക്കെ എത്തുമ്പോഴേക്കും, അതായത് BH കാറ്റഗറിയിലൊക്കെ എത്തുമ്പോഴേക്കും അതിൽ OEC വിഭാഗമുള്ളതുകൊണ്ട് അവർക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ഏതാണ്ട് 590, 595 മാർക്ക് വരെയൊക്കെ ഗവൺമെൻറ് മേഖലയിലും ഫീസ് ഇല്ലാതെ OEC പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് അത് ഏതാണ്ട് 480 മാർക്ക്, ആ മാർക്ക് വരെയും BH കാറ്റഗറിയിൽ OEC വിഭാഗത്തിന് 480 മാർക്കാണെങ്കിലും സ്വകാര്യ മേഖലയിൽ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം കിട്ടും. പ്യുവർ ഗവൺമെൻറ്റിൽ 585, 590 മാർക്ക് വരെയാണ് കാണിക്കുന്നത്. ലാറ്റിൻ കാത്തലിക്സ് ആണെങ്കിലും ഏതാണ്ട് 3300, 3400 കേരള മെഡിക്കൽ റാങ്ക് വരെ 580 മാർക്ക് വരെയൊക്കെ ലാറ്റിൻ കാത്തലിക്സിന് കിട്ടിയിട്ടുണ്ട്. EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയത് 585 മാർക്ക്, 156ാമത്തെ കാറ്റഗറിക്ക് വരെയാണ് EWS വിഭാഗത്തിൽ കേരളത്തിൽ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് കേരളത്തിൽ OBC എന്നല്ല നമ്മൾ മെൻഷൻ ചെയ്യേണ്ടിയിരുന്നത്, ഓരോ വിഭാഗവും ഈഴവയാണെങ്കിൽ ഈഴവ എന്ന് പറയണം. നമുക്ക് ഈഴവയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 610 മാർക്ക്, 1892 കേരള മെഡിക്കൽ റാങ്കിനാണ് കഴിഞ്ഞ തവണ സ്ട്രേ വേക്കൻസിയിൽ MBBS സീറ്റ് കിട്ടിയത്. BDS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള BDS ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 550 മാർക്ക് വരെയുള്ള കുട്ടിക്ക് ഗവൺമെൻറ് മേഖലയിൽ BDC OBCയുടെ ഏത് വിഭാഗമാണെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് കാണാം. അഗ്രികൾച്ചർ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 500 മാർക്ക് വരെയുള്ളവർക്കും അഗ്രികൾച്ചറിന് OBCയുടെ വിവിധ വിഭാഗങ്ങളിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ അടുത്തൊരു പ്രേക്ഷക നജ ഫാത്തിമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അഗ്രികൾച്ചർ കേരളത്തിൽ കിട്ടാൻ നീറ്റ് അല്ലാതെ വേറെ എക്സാം ഉണ്ടോ? ഗവൺമെൻറ് MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന മേഖലയാണ് BSc അഗ്രികൾച്ചർ. കേരളത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 4 അഗ്രികൾച്ചർ കോളേജാണുള്ളത്. ഈ 4 അഗ്രികൾച്ചർ കോളേജിലെയും 85% സീറ്റുകളും നീറ്റിൻ്റെ മാർക്ക് വെച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഈ 4 കോളേജുകളിലെയും 15% സീറ്റുകൾ ICAR, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ CUET എക്സാം, മെയ് 15 തൊട്ട് നടക്കുന്ന CUETയുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പേഴ്സൻറ്റേജ് സ്കോർ വെച്ച് തയ്യാറാക്കുന്ന ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ഓൾ ഇന്ത്യ റാങ്കിൽ നിന്നാണ് 15% ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ അഗ്രികൾച്ചർ കിട്ടണമെങ്കിൽ 2 പരീക്ഷകളാണ്. ഒന്നുകിൽ നീറ്റ്, ഏറ്റവും കൂടുതൽ സീറ്റ് നീറ്റിൽ നിന്നാണ് കേരളത്തിൽ, ഓൾ ഇന്ത്യ തലത്തിലുള്ള ഈ കേരളത്തിലുള്ള 15% ICARൽ നിന്ന്. എന്നാൽ
കേരളത്തിന് പുറത്ത് കേരളത്തിലുള്ളൊരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് മേഖലയിൽ BSc അഗ്രികൾച്ചർ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് CUET നിന്നാണ് താനും. സർ അതുപോലെ അടുത്ത ചോദ്യം, SC സ്റ്റുഡൻസിന് നീറ്റ് കിട്ടാൻ എത്ര മാർക്ക് വേണം? നമുക്കറിയാം SC കാൻഡിഡേറ്റ് ആണെങ്കിലും ST കാൻഡിഡേറ്റ് ആണെങ്കിലും കേരളത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ല. അവർക്ക് ബാക്കിയുള്ള പഠന ചെലവുകൾ മാത്രമേ ഉള്ളൂ. ട്യൂഷൻ ഫീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ കാണും. ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും നല്ല കോളേജിൽ പഠിക്കുക എന്നുള്ള സാഹചര്യമല്ലേ ഉള്ളൂ. ട്യൂഷൻ ഫീസ് ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് SC വിഭാഗമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 380 മാർക്ക് വരെ അല്ലെങ്കിൽ 400 മാർക്ക് അടുത്ത് വരെയുള്ളവർക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഒരു MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം 325ാമത്തെ കാറ്റഗറിക്ക് വരെ SC വിഭാഗത്തിൽ സീറ്റ് കിട്ടി. ST വിഭാഗം എത്തുമ്പോഴേക്കും ഏതാണ്ട് 310 മാർക്ക് വരെയുള്ളവർക്കും ഗവൺമെൻറ് മേഖലയിൽ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ MBBSന് ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. സർ അടുത്ത ചോദ്യം, വെല്ലൂരിലെ നഴ്സിംഗിന് മെയിൽ സ്റ്റുഡൻസിന് പറ്റുമോ? അതായത് CMC വെല്ലൂരിൻ്റെ കാര്യമാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. CMC വെല്ലൂരിലെ MBBS നമുക്കറിയാം നീറ്റിനനുസരിച്ചാണ്. CMC വെല്ലൂരിലെ BSc നഴ്സിംഗും പാരാമെഡിക്കലിനും സ്വന്തമായിട്ട് CMC വെല്ലൂർ നടത്തുന്ന പരീക്ഷയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ BSc നഴ്സിംഗിന് പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൺകുട്ടികൾക്ക് അവിടെ സീറ്റ് ഇല്ല. സർ അതുപോലെ തന്നെ അശോക് കുമാർ എന്ന് പറയുന്ന ഒരാൾ ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റാണ്, സായി സുദർശൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയതല്ലേ, നിലവാരം എങ്ങനെയാണ്? ബോണ്ട്, ശമ്പളം, നിയന്ത്രണം എന്നിവ കൂടുതൽ വിശദമാക്കാമോ? സായി സുദർശൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കർണാടകത്തിലെ ഒരു സ്വകാര്യ മേഖലയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു മെഡിക്കൽ കോളേജാണ്. ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ധാരാളമുണ്ട്. കാരണം ഫണ്ടിന് യാതൊരു കുഴപ്പവുമില്ല. സായി പോലുള്ള ഒരു സൊസൈറ്റിക്ക് ഫണ്ടിന് യാതൊരു പ്രോബ്ലവും ഇല്ലാത്തത് കൊണ്ട് ഫെസിലിറ്റിയുടെ കാര്യത്തിലോ ഫണ്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കുറവുമില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമുക്കവിടെ കിട്ടും. പിന്നെ കഴിഞ്ഞ വർഷം ആരംഭിച്ചത് കൊണ്ട് നമുക്കൊരു ബാച്ചൊന്നും കഴിയാതെ നമുക്ക് അവിടുത്തെ പഠന നിലവാരത്തെക്കുറിച്ചൊന്നും പറയാനാവില്ല. പക്ഷേ ഇന്ത്യയിലെ എല്ലാ മേഖലകളിലുമുള്ള ഏറ്റവും നല്ല മിടുക്കരായ ഡോക്ടർമാർ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നതും ഡോക്ടർമാരായിട്ടുള്ളതും. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ സംശയങ്ങളും വേണ്ട. അതായത് ഒരു ഗവൺമെൻറ് മേഖലയിൽ നമുക്ക് പ്രവേശനം കിട്ടേണ്ട ഒരു മാർക്ക് 610-600 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 30,000-നൊക്കെ അടുത്തുണ്ടെങ്കിലാണ് നമുക്കവിടെ പ്രവേശനം കിട്ടുക. ഫീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത്ര ഉയർന്നു നിൽക്കുന്നത്. അപ്പം അത് കൊടുത്തു പോയതുകൊണ്ട് നമുക്കവിടെ ആ പഠിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ നഷ്ടവുമില്ല. കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് നമുക്ക് 15% സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ കർണാടകത്തിൽ അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി എങ്ങാനും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കർണാടകം വഴി ഈ കോളേജിൽ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ നമുക്ക് MBBSൻ്റെ 4.5 വർഷവും 1 വർഷം ഹൗസ് റെൻസിയും കഴിഞ്ഞിട്ട് 5 വർഷം അവിടെ നമ്മൾ ജോലി അനുഷ്ഠിക്കണമെന്നുള്ള നിബന്ധനയുണ്ട്. അതിന് ശമ്പളം ഉണ്ട് താനും. ന്യായമായ ശമ്പളത്തിൽ തന്നെയാണ് നമ്മളവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് PGയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം MBBSും ഹൗസ് റെൻസിയും കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ നമ്മളൊരു PG എൻട്രൻസ് എഴുതി നല്ലൊരു PG സീറ്റ് മേടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് PG എടുക്കേണ്ട കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവാണ്. കാരണം 5 വർഷം നമ്മൾ ബോണ്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ PGക്ക് പറ്റുകയുള്ളൂ. ആ രീതിയിൽ മാത്രമാണ് നെഗറ്റീവ്. ബാക്കി എല്ലാ രീതിയിലും നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി എങ്ങാനും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാത്തൊരു സാഹചര്യവും സ്വകാര്യ മേഖലയിൽ നമുക്ക് MBBSന് ഉയർന്ന ഫീസ് കൊടുത്തുകൊണ്ട് പോകാൻ മേലാത്തൊരു സാഹചര്യവുമാണെങ്കിൽ തീർച്ചയായിട്ടും സായി ഒരു ഓപ്ഷൻ തന്നെ, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സാർ അതുപോലെ ജിഷ പോൾ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ് കമൻറ്റ് ചെയ്തിരുന്നത്, സാർ ജിപ്മറിൽ BSc നഴ്സിംഗിന് അഡ്മിഷന് നീറ്റ് എത്ര സ്കോർ വേണം? ജിപ്മറിൽ നമുക്കറിയാം 91 BSc നഴ്സിംഗ് സീറ്റുകളും അതിൽ 82 സീറ്റുകൾ പെൺകുട്ടികൾക്കും 9 സീറ്റുകൾ ആൺകുട്ടികൾക്കുമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം റിസർവേഷൻ സഹിതമാണ് നമുക്ക് ഈ OBCയുടെയും SC ST EWS എല്ലാ റിസർവേഷനും ഉൾപ്പെടെയാണ് ഈ 82 സീറ്റുകൾ കിട്ടുന്നത്. പക്ഷേ എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ട് MBBS അഗ്രികൾച്ചർ വെറ്റിനറി എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ടാണ് സാധാരണ ജിപ്മർ BSc നഴ്സിംഗ് വിളിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 520-530 മാർക്കിന് അടുത്ത് വരെയുള്ളവർക്ക് കിട്ടിയതായിട്ടറിയാം. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ അതിൽ താഴെ കിട്ടിയോ എന്നുള്ളത് വ്യക്തമല്ല. 520 മാർക്ക് വരെയുള്ളവർക്ക് BSc നഴ്സിംഗിന് ജിപ്മറിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. സർ അതുപോലെ സുരേഷ് കുമാർ എന്ന് പറയുന്നൊരു പ്രേക്ഷകനാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്, സർ ഐ വോണ്ട് ടു നോ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൈവറ്റ് സീറ്റ്സ് ആൻഡ് ഫീസ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ ഫീസുകളായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചത്.
കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഇവിടെ നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട് നമുക്കൊരു പ്രവേശനം കിട്ടുമ്പോൾ ഏതാണ്ട് 7 ലക്ഷം മുതൽ 8.5 ലക്ഷം വരെയാണ് വിവിധ കോളേജുകളിൽ ഫീസ്. കാത്തലിക്സിൻ്റെ കോളേജിലും മുസ്ലിംസ് മൈനോറിറ്റിയുടെ ഒക്കെ കോളേജിൽ ഏതാണ്ട് 7.5 ലക്ഷം 7.5 ലാക്സ് പെർ ഇയർ ആണ് ഫീസ്. അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സ്റ്റഡി മെറ്റീരിയൽ, അങ്ങനെയുള്ള എല്ലാ ചിലവുകളും ഉൾപ്പെടെ നമുക്കൊരു കൂടുതലായി ഒരു 1-1.5 ലക്ഷം രൂപയും കൂടെ നമുക്ക് കൂടുതലായിട്ട് ചിലവാകുകയും ചെയ്യും. തമിഴ്നാട്ടിലാണ് നമുക്കൊരു സ്വകാര്യ മേഖലയിൽ പ്രവേശനം വേണ്ടതെങ്കിൽ 13.5 ലാക്സ് പെർ ഇയർ, 13.5 ലക്ഷം രൂപ ഫീസും ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് നമുക്ക് അഡീഷണൽ ചിലവുകളും വരും. കർണാടകത്തിലാണ് നമുക്കൊരു സ്വകാര്യ മേഖലയിൽ അഡ്മിഷൻ വേണ്ടതെങ്കിൽ ഏതാണ്ട് 10.5 ലക്ഷം 11 ലക്ഷത്തിന് രൂപയ്ക്ക് അടുത്ത് ട്യൂഷൻ ഫീസും 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് അഡീഷണൽ ചിലവുകളും വരും. ഡീംഡ് കോളേജുകളിലാണ് നമുക്ക് പ്രവേശനം കിട്ടുന്നതെങ്കിൽ മണിപ്പാൽ 18 ലക്ഷം രൂപ, അമൃത 21 ലക്ഷം രൂപ, JSS 20 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഏകദേശം ഫീസ് സ്ട്രക്ചറുകൾ വരുന്നത്. ഡീംഡ് കോളേജുകളാണെങ്കിൽ ഏതാണ്ട് 16 ലക്ഷം മുതൽ 35 ലക്ഷം വരെ വാർഷിക ഫീസ് കൊടുക്കുന്ന വിവിധ കോളേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സർ, അഞ്ജലി എന്ന് പറയുന്നൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നു, സാർ നീറ്റ് എക്സാമിന് അപേക്ഷിക്കുമ്പോൾ തന്നെ EW സർട്ടിഫിക്കറ്റ് വെക്കണം? നമുക്ക് ഒരു കുട്ടി 2 ആപ്ലിക്കേഷനാണ് ഓൺലൈനായിട്ട് കൊടുക്കേണ്ടത്. ഒന്ന് നീറ്റിന്, മറ്റൊന്ന് കേരള മെഡിക്കലിന്. അതിൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തഹസീൽദാരിൽ നിന്നാണ് നമുക്ക് EW സർട്ടിഫിക്കറ്റ് വേണ്ടത്. നീറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ കാറ്റഗറി പറഞ്ഞാൽ മതി, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ നമുക്ക് ജൂലൈ മാസത്തിൽ നമുക്ക് EWS അനുസരിച്ചാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESI എന്നീ മേഖലകളിൽ EWS അനുസരിച്ചാണ് സീറ്റ് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ നിർബന്ധമായും തഹസീൽദാരുടെ EW സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നമുക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ച അഡ്മിഷൻ ക്യാൻസലായി പോകും. കേരളത്തിൽ നമുക്ക് അപേക്ഷിക്കുന്ന മാർച്ച് മാസത്തിൽ തന്നെ EW സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് EWS റിസർവേഷൻ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പോർട്ടലിൽ അക്സെപ്റ്റ് ആവുകയുള്ളൂ. നമ്മൾ പറയുന്ന കാറ്റഗറിക്ക് അനുസരിച്ചല്ല, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് കേരള മെഡിക്കലിന് നമുക്ക് EWS എന്നോ ഈഴവെന്നോ മുസ്ലിമെന്നോ OEC എന്നോ മൈനോറിറ്റിന്നോ NRI എന്നോ ഒക്കെ നമുക്ക് ആ റിസർവേഷൻ ലഭിക്കുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ളിലാണ്. അപ്പോൾ നമ്മൾ കേരള മെഡിക്കലിന് എല്ലാ സർട്ടിഫിക്കറ്റും അതാത് സമയത്ത് തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സർ, അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ഒഡീഷ ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കുന്നുണ്ടോ? ഡ്യുവൽ നേറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി കാണും. നമുക്ക് ഈ ഓരോ സ്റ്റേറ്റുകളിലും 85% സീറ്റുകളും അതാത് സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിൽ പല കാര്യങ്ങൾ കൊണ്ട്, അച്ഛനോ അമ്മയോ കുട്ടിയോ ജനിച്ചത് കൊണ്ടാവാം, +2 പഠിച്ചത് കൊണ്ടാവാം, സ്ഥിരമായിട്ട് താമസിക്കുന്നത് കൊണ്ടാവാം, നമ്മൾ എക്സ് സർവീസ്മെൻ അല്ല മിലിറ്ററി പോലെ ഡിഫൻസ് പോലെയൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ടാവാം, പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം സ്റ്റേറ്റ് കോട്ട റിസർവേഷൻ കിട്ടുന്നത്. അപ്പം കേരളത്തിൽ, കർണാടകത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഒഡീഷയിൽ, ഡൽഹിയിൽ, ഗുജറാത്തിലൊക്കെ ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. മറ്റൊരു സ്റ്റേറ്റിലും സ്റ്റേറ്റ് കോട്ട കിട്ടിയാലും ഈ സ്റ്റേറ്റുകളിലും അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. സ്റ്റേറ്റ് കോട്ട അംഗീകരിക്കാത്തത്, മറ്റൊരു സ്റ്റേറ്റിലും റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ പാടില്ലാത്തത് പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 79ാമത് എപ്പിസോഡിൽ പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. സർ, ആദ്യത്തെ ചോദ്യം, ഡു സ്റ്റുഡൻസ് ഹു സ്റ്റഡീഡ് അബ്രോഡ് ഗ്രേഡ് 12 ഹാവ് eligibility to receive non-criminal certificate for applying NEET, and are they eligible for state reservation quota? നമുക്ക് വിദേശത്തുള്ളവരുടെ വളരെയധികം സംശയമാണ്. ഒന്നെങ്കിൽ അച്ഛനോ അമ്മയോ വിദേശത്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു, അല്ലെ കുട്ടി അവിടെ +1 +2 പഠിക്കുന്നു, അപ്പോൾ ഒരു NRI ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റിനോ OBC റിസർവേഷനോ ഒക്കെ അർഹതയുണ്ടോ എന്നുള്ളത്. വിദേശങ്ങളിൽ ഗൾഫ് മേഖലകളിലൊക്കെ ആണെങ്കിലും ഒരു NRI ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടുത്തെയുള്ള എല്ലാ റിസർവേഷനുകളും എല്ലാ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് സീറ്റുകളും അല്ലാത്ത സീറ്റുകൾക്കും എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ട്. കുട്ടി +1 +2 എന്ന് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിലെയോ അല്ലെങ്കിൽ നീറ്റിന് ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുന്ന OBC റിസർവേഷൻ തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, നോൺ ക്രിമിനൽ നൽകുന്ന പക്ഷം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ വിദേശത്താണ് എന്നുള്ളതിന് യാതൊരു കുഴപ്പവുമില്ല. നോൺ ക്രിമിലിയർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് മാനദണ്ഡം. വിദേശത്തുള്ള ധാരാളം പേർക്ക് NCL ലഭിക്കുകയും അതിനനുസരിച്ച് അവർക്ക് അഡ്മിഷൻ കിട്ടുകയും അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. യാതൊരു തെറ്റുമില്ല. തീർച്ചയായിട്ടും നമുക്ക് തഹസീൽദാരിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ NCL കിട്ടുമോ എന്നുള്ളതിന് അതാത് അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ എല്ലാ റിസർവേഷനുകൾക്കും ഗവൺമെൻറ് സീറ്റുകൾക്കും ഒക്കെ അർഹതയുണ്ട്.
കൂടുതൽ ബെനിഫിറ്റേ ഉള്ളൂ NRI ആണെന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങാനും മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാലും 21 ലക്ഷം പെർ ഇയർ കൊടുത്തുകൊണ്ട് ഒരു MBBS സീറ്റോ BDS സീറ്റോ അല്ലെങ്കിൽ മറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഡീംഡ് കോളേജുകളുടെ NRI സീറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ അർഹതയുണ്ട് എന്നുള്ള ബെനിഫിറ്റ് മാത്രമേ വിദേശത്തുള്ളവർക്കുള്ളൂ. സ്വദേശത്തുള്ള നാട്ടിലുള്ള എല്ലാ സീറ്റുകൾക്കും നിങ്ങൾക്ക് അർഹതയുണ്ട്. സർ, അടുത്തൊരു ചോദ്യം. There are many students who are born in Kerala but raised in Karnataka. So they are eligible to apply for both Karnataka and Kerala medical colleges. Could you make a dedicated video outlining various application options for these students in Karnataka and Kerala medical colleges? It would be a great help if you can include the approximate cutoff and annual fees too in this same video. ഓക്കെ, നമുക്ക് ഇപ്പം കേരളത്തിലുള്ള സ്റ്റുഡൻസ് ഒരു കേരളൈറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്കവാറും നമ്മുടെ വീഡിയോകളെ ഫോക്കസ് ചെയ്ത് നമ്മൾ പോകുന്നത്. എന്നാൽ നീറ്റ്, JEE മെയിൻ അല്ലെങ്കിൽ ISER, ICAR അങ്ങനെയുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ എൻട്രൻസുകളെയും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. മറ്റൊരു സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ ഫോക്കസിൽ നിന്നുകൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ അധികം ചെയ്യാറില്ല. നമ്മളൊരു കേരളൈറ്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ വീഡിയോകളും ഇപ്പോൾ ഓൾറെഡി തന്നെ കർണാടകത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലയിലുമുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചും ഡീറ്റെയിൽസിനെ കുറിച്ചും തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഇനി കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള മലയാളികൾ ധാരാളം ഉള്ളതുകൊണ്ട്, അതായത് 2 സ്റ്റേറ്റിലും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുള്ളതുകൊണ്ട് അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയുടെ സാധ്യതകളെപ്പറ്റിയും മാർക്കിനെ പറ്റിയും തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത് തന്നെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. സർ, അതുപോലെ അബി എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന കമൻറ്റാണ്. സർ, വെയിറ്റിംഗ് ഫോർ യുവർ വീഡിയോ അബൌട്ട് ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഓക്കെ, ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വെറ്റിനറിയുടെ ഏതൊക്കെ രീതിയിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണോ അതോ വെറ്റിനറിയുടെ സാധ്യതകളെക്കുറിച്ചാണോ എന്നുള്ളത് വ്യക്തമല്ല. നമുക്ക് ആദ്യം വെറ്റിനറിയുടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നതെന്ന് നോക്കാം. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നമുക്ക് BCA കൗൺസിലിംഗ് ഇന്ത്യയിൽ മൊത്തമുള്ള 42 വെറ്ററിനറി കോളേജുകളുടെയും 15% ഓൾ ഇന്ത്യ സീറ്റുകൾ നമുക്ക് കിട്ടും. അതായത് കേരളത്തിലൊരു കുട്ടിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് വെറ്ററിനറി കോളേജിൽ പ്രവേശനം വേണമെങ്കിൽ നീറ്റാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിൽ 2 വെറ്ററിനറി കോളേജാണുള്ളത്. ഈ 2 വെറ്ററിനറി കോളേജുകളുടെയും സ്റ്റേറ്റ് സീറ്റുകൾ മുഴുവൻ കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് നീറ്റിൻ്റെ മാർക്കിനനുസരിച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് വെറ്റിനറിക്ക് ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റാണ് വേണ്ടതെങ്കിൽ നീറ്റാണ് ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലും എന്ന് അർത്ഥം. വെറ്റിനറിക്ക് നമുക്ക് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകളില്ല. എന്നാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2 ഡീംഡ് കോളേജുകളുള്ളത് ഈ BCA കൗൺസിലിംഗ് വഴി ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് ഏതാണ്ട് 450 മാർക്ക് വരെയുള്ളവർക്കും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഇതല്ലാതെ കർണാടകം, പോണ്ടിച്ചേരി, തമിഴ്നാട് എന്നീ മേഖലകളിലുള്ള സ്വകാര്യ വെറ്ററിനറി കോളേജുകളിൽ, പ്രൈവറ്റ് വെറ്ററിനറി കോളേജുകളിൽ നമ്മൾ അടിസ്ഥാന യോഗ്യത +2 50% മാർക്ക് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. നേരിട്ട് ആ കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റിന് അപേക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് നീറ്റുമായിട്ടോ അലോട്ട്മെൻറ്റുമായിട്ടോ ബന്ധമൊന്നുമില്ല. സർ, അതുപോലെ തന്നെ പത്മനാഭ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റാണ്. ക്യാൻ യു ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ഡ്യുവൽ നേറ്റിവിറ്റി? അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു ചോദ്യമാണ്. പല കുട്ടികൾക്കും ഈ പല സംസ്ഥാനങ്ങളിലും എലിജിബിലിറ്റി കാണും. അതായത് ഒരു മെഡിക്കൽ കോളേജ് ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ആ സ്റ്റേറ്റ് കോട്ടയിലാണ് 85% സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. 15% ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. ഈ 85% സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഓരോ സ്റ്റേറ്റുകളിലും ഓരോ നിയമങ്ങളാണ്. അതിനൊരു നാഷണൽ ലെവലിലുള്ള ഒരു തീരുമാനങ്ങളുമില്ല. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള MBBS സീറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ പഠിച്ചാൽ മതി. മറ്റൊരു നിബന്ധനകളുമില്ല. 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചാലും കേരളത്തിലെ ഗവൺമെൻറ് സീറ്റുകളും സ്വകാര്യ സീറ്റുകളും കിട്ടും. കർണാടകത്തിൽ ഏതാണ്ട് A തൊട്ട് N വരെയുള്ള ക്ലോസുകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള അധ്യയന വർഷത്തിൽ 7 വർഷം അവിടെ തുടർച്ചയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കർണാടകത്തിൽ എലിജിബിലിറ്റി കിട്ടും. കൂടാതെ അനവധി ക്ലോസുകൾ കർണാടകത്തിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലും. അവിടെ നേറ്റിവിറ്റി ഉള്ളൊരു കുട്ടിക്ക് അവിടുത്തെ സ്റ്റേറ്റ് കോട്ട കിട്ടും. എന്നാൽ നമുക്കവിടെ പ്രൈവറ്റ് സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഡൽഹിയിൽ +1 +2 അവിടെ പഠിച്ചാൽ കിട്ടും. മഹാരാഷ്ട്രയിൽ +1 +2 അവിടെ പഠിച്ചാൽ കിട്ടും. അവിടുത്തെ ഡൊമിസിലായാൽ മതി. അപ്പം ഒരു കുട്ടിക്ക് തന്നെ പല നിയമങ്ങൾ കൊണ്ട് പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് കോട്ട സീറ്റുകൾ കിട്ടും. അതിനെയാണ് ഡ്യുവൽ നേറ്റിവിറ്റി എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും എലിജിബിലിറ്റി കിട്ടുന്നതിനെ എതിർക്കൊന്നുമില്ല. എന്നാൽ തമിഴ്നാട്, പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റുകൾ അവിടുത്തെ കുട്ടികൾ മറ്റൊരു കാരണവശാലും മറ്റൊരു സ്റ്റേറ്റ് മെറിറ്റിൽ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്.
ഭൂരിഭാഗം പേരും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ പല സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി അല്ലെ ഡ്യുവൽ നേറ്റിവിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നേറ്റിവിറ്റിയുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല ഓൾ ഇന്ത്യ കോട്ട MBBS. ഇന്ത്യയിലുള്ള 346 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും 15% കിട്ടുന്നതിന് നേറ്റിവിറ്റി നോക്കുകയില്ല. 51 ഡീംഡ് കോളേജുകളിൽ, അമൃതയും മണിപ്പാലുമുള്ള ഡീംഡ് കോളേജിൽ യാതൊരുവിധ നേറ്റിവിറ്റി നോക്കുകയില്ല. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് എല്ലാവർക്കും നൽകും. 21 എയിംസ് മെഡിക്കൽ കോളേജുകളിൽ യാതൊരുവിധ നേറ്റിവിറ്റി നോക്കില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ജിപ്മറിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ESIയുടെ IP കോട്ട 30% എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. AFMC എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാതൊരുവിധ നേറ്റിവിറ്റി നോക്കുകയില്ല. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവേശനം. അപ്പം 706 മെഡിക്കൽ കോളേജ് മൊത്തം ഇന്ത്യയിലുണ്ട്. 1,10,000-ഓളം MBBS സീറ്റുകളുണ്ട്. അപ്പോൾ നീറ്റ് എഴുതുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും ആ 1,10,000 MBBS സീറ്റിനും അർഹനല്ല. ഈ പറഞ്ഞ ഓൾ ഇന്ത്യ തലത്തിൽ കിട്ടുന്ന സീറ്റ്, ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESI, AFMC, ഡീംഡ് കോളേജുകൾ എന്നിവയിൽ മാത്രമേ മുഴുവൻ ശതമാനം റിസർവേഷനുള്ളൂ. ബാക്കി ആ കുട്ടിക്ക് ഏത് സംസ്ഥാനത്താണോ സ്റ്റേറ്റ് കോട്ടയ്ക്ക് എലിജിബിലിറ്റി ഉള്ളത് അതിനുമേ അർഹതയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് മിനിമം മാർക്ക് ഉള്ളെങ്കിലും ചിലർ പറയുന്നുണ്ട് മറ്റുള്ള എവിടെയെങ്കിലും പോയി ഒരു ഗവൺമെൻറ് മേഖലയിൽ പഠിക്കാമെന്നുള്ളത്. അങ്ങനെ നമുക്ക് മുഴുവൻ സീറ്റുകൾക്കും എലിജിബിലിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ പല നിയമങ്ങൾ കൊണ്ടും പലർക്കും സ്റ്റേറ്റ് കോട്ടയ്ക്ക് അർഹത കിട്ടുകയും ചെയ്യും. സർ, അടുത്തൊരു ചോദ്യം. കേരള MBBS സീറ്റ് സ്പോർട്സ് കോട്ട ഈസ് സ്റ്റേറ്റ് വൈസ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ഓർ ഓൺലി വിന്നിംഗ് സർട്ടിഫിക്കറ്റ്? നമുക്ക് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് 11ഉം 12ാം ക്ലാസ്സിലും പഠിച്ചതിൻ്റെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചുള്ള സീറ്റുകൾ കിട്ടുന്നത്. 11 MBBS സീറ്റുകളാണ് അതിനുള്ളത്. അതിൽ ഗ്രൂപ്പ് ഇവൻറ്റിലും ഇൻഡിവിജ്വൽ ഇനത്തിലും നമുക്ക് സ്പോർട്സ് കോട്ടയിൽ റിസർവേഷൻ കിട്ടും. അതിന് സ്റ്റേറ്റ് വൈസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താലുള്ള സീറ്റുകൾ നമുക്ക് ഏത് ആണെന്നുള്ളത് കേരള പ്രോസ്പെക്ടസ് വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാരണം 11 സീറ്റുകളുള്ളതിന് സ്റ്റേറ്റ് വൈസ്, നാഷണൽ വൈസ്, ഇൻ്റർനാഷണൽ വൈസ് എന്നുള്ളത് തരംതിരിച്ച് ആ സർട്ടിഫിക്കറ്റിന് ഓരോ മാർക്ക് കൊടുക്കുകയാണ് ഓരോ വർഷത്തെ രീതി. ഈ വർഷത്തെ രീതി എന്താണെന്നുള്ളത് പ്രോസ്പെക്ടസ് വന്നതിന് ശേഷം നമുക്ക് അത് നോക്കി മനസ്സിലാക്കിയിട്ട് മാർച്ച് മാസത്തിൽ നമുക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ സർ, അടുത്ത ചോദ്യം. സർ, പ്ലീസ് എക്സ്പ്ലെയിൻ ദ ഫീസ് സ്ട്രക്ചർ ഓഫ് സെൻറ്റ് ജോൺസ് കോളേജ്. ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ഫോർ എ ലാറ്റിൻ കാത്തലിക് കാൻഡിഡേറ്റ്? സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നമുക്കറിയാം സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജാണ് കർണാടകത്തിൽ. കഴിഞ്ഞ തവണ 7,68,000 രൂപയായിരുന്നു ട്യൂഷൻ ഫീസ്. അത് വർഷം ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ വർഷം ഏതാണ്ട് 8,30,000 ട്യൂഷൻ ഫീസായിട്ട് വരിക. 1 ലക്ഷത്തിനടുത്ത് 1.25 ലക്ഷത്തിനടുത്ത് നമുക്ക് അല്ലാതെ അവിടെ ചിലവ് വരികയും ചെയ്യും. കാത്തലിക് വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ഓപ്പൺ മെറിറ്റിൽപ്പെട്ടവർക്കാണെങ്കിലും എല്ലാവർക്കും ഏതാണ്ട് 8 ലക്ഷം രൂപയായിരിക്കും, 8 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും ട്യൂഷൻ ഫീസ് എന്നുള്ളത് ഓർമ്മയിലിരുന്നാൽ മതിയാകും. Sir, born in another state, but I have been living in Kerala for 13 years. Can I get Kerala state quota? കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സ്റ്റേറ്റ് കോട്ട കിട്ടണമെങ്കിൽ അച്ഛൻ, അമ്മ, കുട്ടി ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇദ്ദേഹം ജനിച്ചത് കേരളത്തിലല്ല. അപ്പോൾ പിന്നെ ഏത് നിയമമുണ്ട്? അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിലെ സ്കൂളുകളിലാണ് പഠിച്ചതെങ്കിലും കേരളത്തിൽ എലിജിബിലിറ്റി കിട്ടും. പക്ഷേ കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുകയില്ല. ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ടതോ SC വിഭാഗത്തിൽപ്പെട്ടതോ ST വിഭാഗത്തിൽപ്പെട്ട ആളാണ് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചാൽ മാത്രമേ ആ കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുകയില്ല, പക്ഷേ ഗവൺമെൻറ് സീറ്റും കിട്ടും, സ്വകാര്യ സീറ്റും കിട്ടും. ജനറൽ വിഭാഗത്തിലായിരിക്കും പരിഗണിക്കുന്നത്. 8 മുതൽ 12 വരെ ഈ കേരളത്തിലെ സ്കൂളിൽ പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ലഭിക്കും. സർ, അടുത്തൊരു ചോദ്യം. Sir, I was born in Kerala. I am having birth certificate, but I studied from 1 to 12th in Karnataka. Will I be able to get Karnataka merit seat 85% state quota? തീർച്ചയായിട്ടും. നമ്മളത് 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞു കഴിഞ്ഞതാണ്. കേരളത്തിലും കർണാടകത്തിലും സ്റ്റേറ്റ് കോട്ടയ്ക്ക് അർഹതയുണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ അപ്ലൈ ചെയ്യണം. സ്റ്റഡി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കർണാടകത്തിലെ 24ഓളം വരുന്ന ഗവൺമെൻറ് കോളേജുകളിൽ, സ്വകാര്യ കോളേജുകളിൽ ഫീസ് കുറഞ്ഞു പഠിക്കാനും ഡീംഡ് കോളേജുകളിലടക്കം ഫീസ് കുറഞ്ഞു പഠിക്കാനുള്ള വലിയ സാധ്യതയാണ് ആ കുട്ടിക്കുള്ളത്. സർ, പ്രിയ ആൻറ്റോ എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സർ, ലാറ്റിൻ കാത്തലിക്സ് മിനിമം എത്ര മാർക്ക് വേണം ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ? നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. കേരളത്തിൽ ഏതാണ്ട് 3,500 3,600ഓളം കേരള മെഡിക്കൽ റാങ്ക് വരെ ഏതാണ്ട് 580ഓളം മാർക്കിനടുത്ത് വരെയുള്ളവർക്ക് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സീറ്റ് ലഭ്യമായിട്ടുണ്ട്. സർ, അതുപോലെ ദീപ എന്ന് പറയുന്നൊരു പ്രേക്ഷക കമൻറ്റ് ചെയ്തിരിക്കുന്നു.
സാർ, ഞാൻ അയച്ചപ്പോൾ ജനറൽ എന്നാണ് കാറ്റഗറി കാണിച്ചത്. ഈഴവ കമ്മ്യൂണിറ്റിയാണ് ഞാൻ. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഫില്ല് ചെയ്തത്. എന്നാൽ ഇപ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കിട്ടി. 2 ഫേസിൻ്റെയും ഫീസ് ആദ്യം അടച്ചു. ഇനി അത് തിരുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മൾ എപ്പോഴും ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ കാറ്റഗറി വെക്കുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ ഉയർന്ന ശമ്പളം കൊണ്ടോ അല്ലെങ്കിൽ വിദേശത്തായതുകൊണ്ടോ ഒക്കെ നോൺ ക്രിമിലിയർ കിട്ടുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഓരോ സമുദായത്തിലും 95% ആൾക്കാർക്കും അത് കിട്ടാനുള്ള അർഹതയുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ജെഇമെയിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു, ആദ്യത്തെ സെഷൻ പരീക്ഷയും ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തേന് അപ്ലൈ ചെയ്ത സമയത്തും അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരാഴ്ച സമയത്തും കാറ്റഗറി എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെയാണ്. ആ സമയത്ത് ഈ രണ്ടാമത്തെ സെഷന് ഒരു ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് മാർച്ച് 10-ാം തീയതിയോടുകൂടി ഒരു സമയം കൊടുക്കും. ആ സമയത്ത് കാറ്റഗറി എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുമോ ഇല്ലയോ, ആദ്യത്തെ സെഷൻ്റെ ആപ്ലിക്കേഷൻസിനെ കാറ്റഗറി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് അനുവദിക്കുകയില്ല. രണ്ടാമത്തെ സെഷൻ അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ സമ്മതിക്കുകയുള്ളൂ. എന്നിരുന്നാലും മാർച്ച് മാസം ആദ്യം ജെഇയുടെ സൈറ്റ് നോക്കുകയും ആ ആപ്ലിക്കേഷൻ തീർന്നതിന് ശേഷം ആ കുട്ടികൾക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വെബ്സൈറ്റ് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ആ സമയത്ത് ഇതിന് ഉത്തരം പറയുന്ന ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കുന്നതുമായിരിക്കും. സാർ, അടുത്തൊരു കമൻറ്റ്. സാർ, ESIയുടെ മെഡിക്കൽ കോളേജുകളിൽ IP വഴി അഡ്മിഷൻ കിട്ടിയാൽ വിവിധ ഇനം സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുണ്ടോ? ഓക്കെ. 11 ESI മെഡിക്കൽ കോളേജുകളിലെ 35% സീറ്റുകൾ 456 MBBS സീറ്റുകളാണ് 24,000 രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് ESI IP വാർഡുകൾക്കായിട്ട് അനുവദിക്കുന്നത്. ഈ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഈ പ്രവേശനത്തിന് നമ്മളിങ്ങനെ ESI മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയാലും വിവിധ സ്കോളർഷിപ്പുകളുണ്ട് നമ്മൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ളത്. അതിന് അർഹതയുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഒരു ഓൾ ഇന്ത്യ കോട്ടയിൽ എടുത്ത പോലെ അല്ലെങ്കിൽ ഒരു ജനറൽ കോട്ടയിൽ എടുത്ത പോലെയുള്ള എല്ലാ സ്കോളർഷിപ്പുകൾക്കും എല്ലാ സ്കീമുകൾക്കും ഈ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരു കുഴപ്പവുമില്ല. ഇത് കൂടാതെ ഒരു ബെനിഫിറ്റ് ഉള്ളത് 4.5 വർഷത്തെ MBBS പഠനത്തിനും 1 വർഷത്തെ ഹൗസ് സർജൻസി പഠനത്തിനും ശേഷം 1 വർഷം ഉയർന്ന ശമ്പളത്തിൽ ജോലിയും ലഭിക്കുമെന്നുള്ളതാണ് ESI IP വാർഡ് വെച്ചിട്ട് MBBS കിട്ടിയാലുള്ള ഏറ്റവും വലിയ ഗുണം. സാർ, അതുപോലെ തന്നെ രാജേശ്വരി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. BVSCക്ക് തമിഴ്നാട്ടിൽ മാനേജ്മെൻറ്റ് സീറ്റിന് എത്രയാണ് ഫീസ്? നമുക്ക് തമിഴ്നാട്ടിലെ സ്വകാര്യ മേഖലയിലുള്ള വെറ്ററിനറി കോളേജുകളിൽ പ്രവേശനം നേടണമെങ്കിൽ നേരിട്ട് കോളേജുകൾ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 8 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വാർഷിക ഫീസ്. സാർ, അടുത്തൊരു ചോദ്യം. ലിഷ റോയ് എന്നാണ് പ്രേക്ഷകയുടെ പേര്. സാർ, വില്ലേജ് ഓഫീസറും തഹസിൽദാറും EW സർട്ടിഫിക്കറ്റ് തരാനുള്ള മാനദണ്ഡം പറയാമോ? EWSനെ കുറിച്ച് 2 രീതിയിലുള്ള EWS സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്, ഒന്ന് സെൻട്രൽ. അതിനെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ ബുള്ളൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തഹസീൽദാരാണ് സെൻട്രൽ പർപ്പസിന് നീറ്റ്, JEE, CUET അതുപോലെയുള്ള ISER, IISc ബാംഗ്ലൂർ എന്നിങ്ങനെയുള്ള നാഷണൽ ലെവലിലുള്ളതിനെല്ലാം തഹസീൽദാരാണ് EWS സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അതിൻ്റെ നിയമം എന്ന് പറയുന്നത് ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. യാതൊരുവിധ സാമുദായിക റിസർവേഷനിലും പെടാത്ത ജാതിയിലുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം. പഞ്ചായത്താണെങ്കിൽ ആകെ സ്ഥലം പുരയിടം എന്ന് പറയുന്നത് 4 സെൻറ്റേ ആകാൻ പാടുള്ളൂ. ടൗൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആകെ സ്ഥലം എന്ന് പറയുന്നത് പുരയിടം എന്ന് പറയുന്നത് 2 സെൻറ്റേ ആകാൻ പാടുള്ളൂ. കൃഷിസ്ഥലം എന്ന് പറയുന്നത് 5 ഏക്കർ വരെയാകാം. ഈ എല്ലാ നിബന്ധനകളും പാലിച്ചാൽ മാത്രമേ തഹസീൽദാർ സെൻട്രൽ പർപ്പസിനുള്ള EWS സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ നീറ്റിന് EWS എന്ന് വെക്കാവുള്ളൂ. കേരളത്തിൽ മറ്റൊരു സാഹചര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ നൽകേണ്ടത് വില്ലേജ് ഓഫീസറുടെ EWS സർട്ടിഫിക്കറ്റാണ്. കേരള മെഡിക്കലിനും കേരള എഞ്ചിനീയറിങ്ങിനും ഒക്കെ ഉപകാരമുള്ള ഈ EWS സർട്ടിഫിക്കറ്റിൻ്റെ നിയമം എന്ന് പറയുന്നത് ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. യാതൊരുവിധ റിസർവേഷനും പെടാത്ത കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മൊത്തം സ്ഥലം പഞ്ചായത്താണെങ്കിൽ 2.5 ഏക്കർ വരെയാകാം. മറ്റൊരു നിബന്ധനയും വീടിൻ്റെ സ്ക്വയർ ഫീറ്റോ പുരയിടമോ എന്നുള്ള ഒരു നിബന്ധനയുമില്ല. 4 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള 2.5 ഏക്കറിൽ താഴെ സ്ഥലമുള്ള പഞ്ചായത്തിൽ വീടുള്ള എല്ലാവരും EWSന് അർഹരാണ്. 4 ലക്ഷത്തിൽ താഴെയുള്ള മൊത്തം 75 സെൻറ്റ് സ്ഥലവും അതിൽ പുരയിടം എന്ന് പറയുന്നത് ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് 20 സെൻറ്റും വരെയുള്ള പട്ടണത്തിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നവർക്കും 4 ലക്ഷത്തിൽ താഴെയുള്ള മൊത്തം സ്ഥലം 50 സെൻറ്റ് വരെയുള്ള 15 സെൻറ്റ് മാത്രം പുരയിടം 15 സെൻറ്റ് താഴെ പുരയിടമുള്ളവർക്ക് കോർപ്പറേഷൻ മേഖലയിലാണെങ്കിലും നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും
നല്ല റിസർവേഷൻ സാധ്യതകൾ കേരളത്തിൽ ലഭ്യമാകുകയും ചെയ്യും. സാർ, ഒരു പ്രേക്ഷകൻ വളരെ റെയർ ആയിട്ടുള്ള എന്നാൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ട് സംശയങ്ങളായിട്ട്. അപ്പോൾ ഈ തവണത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ഐ അപ്ലൈ 2 categories in St. John's, RC7 and RC8. And sir, will RC7 students be considered in RC8 first? തീർച്ചയായിട്ടും, കാരണം അത് കറക്റ്റായിട്ടൊരു ചോദ്യവുമാണ്. അത് വളരെ നമുക്ക് അറിയാമല്ലോ ഏതൊക്കെ രീതിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ന്യായമായിട്ടുള്ളൊരു ചോദ്യവുമാണ്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇത് കർണാടക എലിജിബിലിറ്റി ഉള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് RC7 എന്ന കാറ്റഗറിയിൽ വരുന്നത്. RC8 എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും എലിജിബിളുള്ള ഒരു റിസർവേഷനുമാണ്. അപ്പോൾ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളൊരു കുട്ടി RC7 അപേക്ഷിക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് ഓപ്പൺ മെറിറ്റിലാണ്. ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പരിഗണിക്കും. കാത്തലിക്സ് ആണോ അല്ലയോ എന്ന് നോക്കുന്നില്ല. ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റിൻ്റെ 10 സീറ്റിലാണ് ആദ്യം പരിഗണിക്കുന്നത്. അതിൽ കിട്ടാനുള്ള മാർക്കില്ല എന്നുണ്ടെങ്കിൽ RC8 ഇന്ത്യയിൽ മൊത്തമുള്ള കാത്തലിക്സിൽ 60 സീറ്റുകളാണുള്ളത്. കുട്ടി ചോദിച്ചതുപോലെ തന്നെ RC8 രണ്ടാമത് പരിഗണിക്കുന്നത്. അതിലും തരാൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ RC7 കർണാടകത്തിലുള്ള കാത്തലിക്സ് വിഭാഗത്തിൽ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും മിനിമം മാർക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് സെൻറ്റ് ജോൺസിൽ പരിഗണിക്കും. സാർ, അതുപോലെ തന്നെ അർച്ചന എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ട്, +2 കഴിഞ്ഞപ്പോൾ വാങ്ങിയ TC മതിയോ അഡ്മിഷൻ ടൈപ്പും സബ്മിറ്റ് ചെയ്യാൻ? അതായത് നമ്മൾ നീറ്റിനൊക്കെ വേണ്ടിയിട്ട് +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കോളേജിൽ പ്രവേശനത്തിന് ചെല്ലുന്നത്. അപ്പോൾ ഈ +2വിന് ശേഷം നീറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലോ കേരളത്തിലോ ഒരു പ്രവേശനം കിട്ടുമ്പോൾ ഏത് TC ആണ് കൊടുക്കേണ്ടത്? TCക്ക് വാലിഡിറ്റി പീരീഡ് ഉണ്ടോ എന്നുള്ള എല്ലാവരുടെയും സംശയമാണ്. TCക്ക് യഥാർത്ഥത്തിൽ വാലിഡിറ്റി പീരീഡ് ഇല്ല. നമുക്ക് +2വിന് ശേഷം നമ്മൾ 2, 3, 4, 5 വർഷം കഴിഞ്ഞിട്ടാണ് MBBS പ്രവേശനം നേടുന്നതെങ്കിലും +2വിൻ്റെ TC തന്നെ മതിയാകും. എന്നാൽ +2 പഠിച്ചതിന് ശേഷം ചില കുട്ടികൾ ഡിഗ്രിക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് അല്ലെ BDSന് എഞ്ചിനീയറിങ്ങിനൊക്കെ മറ്റുള്ള കോഴ്സിൽ ചേരും. ആ കോഴ്സിൽ ചേർന്ന് നിന്നുകൊണ്ട് നീറ്റ് എഴുതുകയും നീറ്റിന് പ്രവേശനം കിട്ടുകയും ചെയ്താൽ ആ കോഴ്സിൻ്റെ ആയിരിക്കും TC കിട്ടുന്നത്. അത് ധാരാളം മതിയായിരിക്കും. +2വിൻ്റെ തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല. അതായത് TC എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടെന്നും നമ്മൾ മറ്റൊരു കോളേജിൽ പ്രവേശനം നേടിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ്. ഏതെങ്കിലും ഒരു TC, ഒന്നെങ്കിൽ +2വിൻ്റെ TC അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഗ്രാജുവേഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന ഏത് പ്രോഗ്രാമിൻ്റെ TC ആണെങ്കിലും MBBSന് യാതൊരു തടസ്സവും ഇല്ല. സാർ, അതുപോലെ നവനീത് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ്റെ ചോദ്യമാണ്: OECD കേരള മെഡിക്കൽ കോളേജ് അഡ്മിഷൻ മാർക്ക് നെക്സ്റ്റ് നീറ്റ് എക്സ്പെക്റ്റഡ് മാർക്ക് ഒന്ന് പറയാമോ? ധീവര വിഭാഗത്തിന് നമ്മൾ മുമ്പ് SC/STയുടെ കാര്യം പറഞ്ഞു, OECയുടെ വിഭാഗമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ധീവര വിഭാഗത്തിന് DV എന്ന കാറ്റഗറിയിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ₹1 പോലും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ഗവൺമെൻറ്റെന്നോ സ്വകാര്യെന്നോ നോക്കാതെ അവനവൻ്റെ അടുത്തുള്ളതും ഏറ്റവും നല്ല കോളേജുകളിലായിരിക്കും പ്രവേശനം നേടുന്നതും. കഴിഞ്ഞ വർഷവും 10,500 കേരള മെഡിക്കൽ റാങ്ക് വരെ ഏതാണ്ട് 490, 485 മാർക്ക് വരെയുള്ളവർക്ക് ധീവര വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ ഏതാണ്ട് 530 മാർക്ക് വരെയുള്ളവർക്കാണ് സീറ്റ് കിട്ടിയിരിക്കുന്നതെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 550 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ പ്രവേശനം കിട്ടും. 500 മാർക്കിന് മുകളിലുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു MBBS സീറ്റിന് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യമാണ് DV കാറ്റഗറിക്ക് ഉള്ളത്. സാർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു, സാർ, വെൻ ഡിഡ് സ്റ്റാർട്ട് സെൻറ്റ് ജോൺസ് അഡ്മിഷൻ ഓൺലൈൻ? ഓക്കെ, ഇദ്ദേഹം KEAയുടെ നമ്മളുടെ ആപ്ലിക്കേഷനുകളും അതുപോലെ KEAയുടെ യൂട്യൂബ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ചിലപ്പം കാണാതെ പോയൊരു വ്യക്തി ആയിരിക്കാം. സെൻറ്റ് ജോൺസിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ കർണാടക മെഡിക്കൽ അസോസിയേഷൻ KEAയുടെ വെബ്സൈറ്റ് വഴിയാണ് ഫെബ്രുവരി 10 അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കാത്തലിക് വിഭാഗമാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ട് KEAയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷനും കർണാടക സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും കർണാടകത്തിലെ പ്രൈവറ്റ് സീറ്റുകളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുക. അതിനുശേഷം അവരുടെ കൗൺസിലിംഗ് ആരംഭിക്കുമ്പോൾ സെൻറ്റ് ജോൺസോ രാമയ്യോ കെമ്പഗൗഡയോ JJയോ വൈദേഹിയോ ആകാശോ
ഏതെങ്കിലും മെഡിക്കൽ കോളേജുകൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് സെൻറ്റ് ജോൺസ് എന്നുള്ളത് നമ്മൾ ജൂലൈയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ KEയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും. സെൻറ്റ് ജോൺസിൻ്റെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് യാതൊരു തരത്തിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. സർ, അടുത്തൊരു ചോദ്യം. കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ലഭിക്കാൻ ഫിഷർമാൻ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതുണ്ടോ? നമുക്ക് ഫിഷർമാൻ എന്നുള്ള വ്യക്തിക്ക് 2 തരത്തിലുള്ളതാണ് റിസർവേഷൻ കിട്ടുന്നത്. ഒന്ന്, കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫിഷറീസ് എന്ന കോഴ്സിന് ഒരു സീറ്റുണ്ട്. അതിന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഫിഷർമാൻ ആണെന്നുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഫിഷറീസ് എന്ന ഒരു കോഴ്സിന് മാത്രമേ നമുക്കൊരു സീറ്റ് റിസർവേഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കേരള മെഡിക്കൽ വഴി ഏത് കോളേജിൽ, ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഏത് കോളേജിൽ പ്രവേശനം നേടിയാലും ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ പ്രേക്ഷക ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നനുസരിച്ച് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന മാർച്ച് മാസത്തിൽ തന്നെ അതാത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സർ, അടുത്തൊരു ചോദ്യം അർച്ചന സുരേഷ് എന്ന് പറയുന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്നതാണ്. സർ, നീറ്റ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന രീതി, റിസൾട്ട് വന്നതിന് ശേഷം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തത്, അലോട്ട്മെൻറ്റ് വരുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുപ്പ്, സ്വീകരിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ സാർ? നിങ്ങൾ ദയവായിട്ട് ബ്രില്യൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്താണ് റിസർവേഷനുകൾ, കേരള മെഡിക്കൽ അപ്ലൈ ചെയ്യുന്ന രീതികൾ, അതിനുശേഷം പരീക്ഷാ സമയത്ത് അഡ്മിറ്റ് കാർഡുകൾ, പരീക്ഷ എഴുതേണ്ട രീതികൾ, റാങ്ക്, ഈ മെയ് 5-ാം തീയതിക്ക് ശേഷം നമുക്ക് ഏകദേശം സ്കോറിനെ കുറിച്ച് ധാരണ കിട്ടും. അതിനുശേഷം ഈ സ്കോറിനനുസരിച്ച് നമ്മൾ എവിടെയൊക്കെ പ്രതീക്ഷിക്കണം, എത്ര രൂപ ഫീസാകും, എവിടെയൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഇന്ത്യയിലുള്ള 346 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ഏത് രീതിയിൽ പ്രിഫറൻസ് ഓർഡർ, നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിലെ കോളേജുകളെ കുറിച്ച് അറിയില്ല, എങ്ങനെയാണ് അവരുടെ നമ്മുടെ പ്രിഫറൻസ് ഓർഡർ ലഭിക്കുക, എല്ലാ കാര്യങ്ങളും ദയവായിട്ട് നിങ്ങൾ ബ്രില്യൻറ്റിനൊപ്പം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ആ അർഹതയ്ക്കനുസരിച്ചുള്ള ഏറ്റവും നല്ല ഒരു കോളേജിൽ പ്രവേശനം നേടുന്നത് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും നന്നായിട്ട് രീതിയിൽ ബ്രില്യൻ്റെ യൂട്യൂബ് ചാനൽ വഴി ബ്രില്യൻ്റെ സോഷ്യൽ മീഡിയ ടീം ഇപ്പോൾ അങ്ങനെ ഒരു സേവനം എല്ലാ കേരളീയർക്കായിട്ടും, അതിൽ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഒരു സീറ്റും, അർഹതപ്പെട്ട ഒരു സീറ്റും ഒരു മലയാളിക്ക് ലഭ്യമാകാതെ പോകരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പബ്ലിക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബ്രില്യൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനകത്ത് വരുന്ന പ്രധാന നോട്ടിഫിക്കേഷനുകൾ സന്ദർശിക്കുകയും ചെയ്യുക. സർ, നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ NCL സർട്ടിഫിക്കറ്റ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കേണ്ട ആവശ്യകത? നീറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ, 10 പേരുകളുടെയും ഇംപ്രഷൻ, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. യാതൊരുവിധ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നോൺ ക്രിമിനലോ ഇൻകം സർട്ടിഫിക്കറ്റോ നമുക്കതിന് ആവശ്യമില്ല, അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. എന്നാൽ നോൺ ക്രിമിനലിനനുസരിച്ചാണ് നമുക്ക് പ്രവേശനം നേടുന്നതെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ കോളേജുകൾ ചെല്ലുമ്പോൾ തഹസീൽദാരെന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് നീറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടതില്ല. എന്നാൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇൻകം എത്രയാണ്, എത്ര ലക്ഷത്തിനിടയ്ക്കാണ് ഇൻകം എന്നുള്ളത് ചോദിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യകതയില്ല. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് മാർച്ച് മാസത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടതും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കേരള മെഡിക്കലിന് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ OEC വിഭാഗത്തിന് OEC റിസർവേഷൻ ലഭിക്കണമെങ്കിൽ, ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ലഭിക്കണമെങ്കിൽ 6 ലക്ഷത്തിൽ താഴെയായിരിക്കണം വരുമാനം. അങ്ങനെയുള്ള കുട്ടികൾ ഇൻകം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരിക്കണം. BH വിഭാഗത്തിൽപ്പെട്ട OEC വിഭാഗത്തിൽപ്പെട്ടവർ നിർബന്ധമായും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതല്ലാതെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇൻകം വെച്ച് യാതൊരു സ്കോളർഷിപ്പും ഇല്ലാത്തതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്, BPharm വിഭാഗത്തിന് ഓരോ കോളേജുകളിലും ഓരോ കോഴ്സുകൾക്കും 10% ഫീ വേവർ സ്കീമുണ്ട്. അതുകൊണ്ട് വരുമാനം കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയിലോ അർദ്ധ സർക്കാർ മേഖലയിലോ ഗവൺമെൻറ് കോളേജുകളിൽ പ്രവേശനം കിട്ടുമ്പോൾ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാനുള്ള സാഹചര്യം എഞ്ചിനീയറിങ്ങിനുണ്ട്. അതുകൊണ്ട് വരുമാനം കുറഞ്ഞവർ കേരള എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ മെഡിക്കൽ കോഴ്സുകൾക്ക് MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഫോറസ്റ്റ്, സിദ്ധ, യുനാനി ഇങ്ങനെയുള്ള ഒരു കോഴ്സുകൾക്കും വരുമാനം മാത്രം അടിസ്ഥാനപ്പെടുത്തി നിലവിൽ ഒരു സ്കോളർഷിപ്പുകളും ഇല്ല, OEC ഒഴികെ. സർ, അടുത്തൊരു പ്രേക്ഷകൻ്റെ ചോദ്യം. സർ, അച്ഛൻ ബോൺ ഇൻ ഡൽഹി ബട്ട് സ്റ്റേ ഇൻ കേരള. അപ്പോൾ എൻ്റെ മോൾക്ക് ഡൽഹി ഗവൺമെൻറ് സീറ്റിന് എലിജിബിലിറ്റി ഉണ്ടോ?
ഓരോ സ്റ്റേറ്റുകളിലും നമുക്കറിയാം ഓരോ നിയമങ്ങളാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റിക്ക്. ഡൽഹിയിൽ +1 +2 പഠിക്കുക എന്നുള്ളതാണ് നിയമം. കേരളത്തിൽ മാത്രമേ ജന്മം കൊണ്ട് ബൈ ബർത്ത് മാത്രം ഇവിടെ ഡൊമിസിൽ വേണ്ട, ഇവിടെ നേറ്റീവ് പ്ലേസ് ആയിരിക്കണമെന്നില്ല, പെർമനൻ്റ് അഡ്രസ്സ് ആയിരിക്കണമെന്നില്ല, യാതൊന്നും കേരളത്തിൽ നിബന്ധനയില്ല. ഒൺലി ബോൺ എന്ന് മാത്രമേ കേരളത്തിലുള്ളൂ. പക്ഷേ അത് മറ്റൊരു സ്റ്റേറ്റുകളിലും ഒട്ടില്ല താനും. ഡൽഹിയിലെ നിയമം +1 +2 അവിടെ പഠിക്കുക എന്നുള്ളതാണ്. അവിടെ നേറ്റീവ് അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസം, അവിടെ പെർമനൻ്റ് അഡ്രസ്സ്, അവിടുത്തെ ഒരു ഡൊമിസിൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ +1 +2 പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അച്ഛൻ ജനിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് ഡൽഹിയിൽ സ്റ്റേറ്റ് കോട്ട ലഭിക്കുകയില്ല. സാർ അതുപോലെ തന്നെ അശ്വതി എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി, സാർ ഞാൻ OEC ആണ്, 70, ബട്ട് SSLC സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, OBC ആണ്, അത് മാറ്റണോ? നോൺ ക്രിമിനൽസ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഓക്കെയാണ്. നമ്മൾ ഇത് 70 എന്ന് പറയുന്ന OEC റിസർവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു കാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നീറ്റിനാണെങ്കിലും കേരള മെഡിക്കലിനാണെങ്കിലും നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കുന്ന ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നോക്കിയോ അല്ല നമുക്ക് റിസർവേഷൻ ലഭിക്കുന്നത്. നമ്മൾ നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 70 എന്ന് പറയുന്ന ആ കാസ്റ്റിന് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ആ കാസ്റ്റിലുള്ള നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ OBC റിസർവേഷൻ ലഭിക്കും. 6 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് OEC റിസർവേഷൻ ലഭിക്കും. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ ജനറൽ ആണോ 70 ആണോ മറ്റുള്ള കാസ്റ്റ് ആണോ എന്ന് ഒരിക്കലും എൻട്രൻസ് കമ്മീഷണറോ കോളേജ് അധികാരികളോ നോക്കുകയില്ല. നോൺ ക്രിമിലെയർ മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഈ നോൺ ക്രിമിലെയർ ലഭിക്കുവാൻ വേണ്ടി അക്ഷയ സെൻറ്ററിലോ വില്ലേജ് ഓഫീസറോ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള രേഖകളുണ്ട്. കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥലം സംബന്ധിച്ചുള്ളത്, ആധാർ സംബന്ധിച്ചുള്ളത്, അങ്ങനെയുള്ളതിൽ അവരെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് വേണ്ട ആവശ്യമായ രേഖകൾ കൃത്യമായി നൽകുകയും വേണം. അപ്പോൾ താങ്കൾ വില്ലേജ് ഓഫീസറെ അല്ലെ അക്ഷയ സെൻറ്ററിൽ അല്ലെ തഹസീൽദാരെയാണ് താങ്കൾ ഈ കാസ്റ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്, എൻട്രൻസ് കമ്മീഷണറെ അല്ല. സാർ അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ്റെ കമൻ്റാണ്. സാർ അദ്ദേഹത്തിൻ്റെ സംശയം, ഓൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കർണാടകയിൽ കിട്ടുമോ അതോ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണോ? അതായത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം, അതായത് നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം കേരളത്തിൽ എങ്ങാനും നമുക്കൊരു സീറ്റ് കിട്ടിയില്ലെങ്കിലും അതർ സ്റ്റേറ്റ്, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലുങ്കാന എന്നുള്ള സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ കേരളത്തിൽ ഒഴികെ മറ്റെവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചാൽ മാത്രമേ കർണാടകത്തിലെ ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് കിട്ടുമുള്ളൂ. ഇനി TN മെഡിക്കൽ വഴി തമിഴ്നാടിൻ്റെ സെറ്റ് അപ്ലൈ ചെയ്താലേ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കിട്ടുകയുള്ളൂ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. അങ്ങനെയല്ല. നമ്മൾ നീറ്റ് എക്സാം എഴുതുകയും നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കോട്ട MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട, അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ, കേരളം ഉൾപ്പെടെ മറ്റുള്ള സ്റ്റേറ്റുകളിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകൾ, എയിംസിലെ 100% സീറ്റുകൾ, ജിപ്മറിലെ 100% സീറ്റുകൾ, അതുപോലെ തന്നെ AFMCയുടെ സീറ്റ്, ESI സീറ്റുകൾ, ഇതിനെല്ലാം യാതൊരുവിധ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യാതെ നേരിട്ട് നമുക്ക് MCCയുടെ വെബ്സൈറ്റിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. കർണാടകത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന KEയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടില്ല. ആര്? കേരളക്കാർ. പകരം കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾ ഇപ്പോൾ ചെയ്യണം. കർണാടകത്തിൽ യാതൊരുവിധ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റിയും ഇല്ലാത്തവർ ഗവൺമെൻറ് സീറ്റിനായിട്ട് ഇപ്പോൾ കർണാടകത്തിൽ കൊടുക്കേണ്ട 10 ലക്ഷത്തിന് മുകളിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയോ BSc നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവരോ മാത്രം ഇപ്പോൾ കർണാടകത്തിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. സാർ അതുപോലെ ചന്ദ്രൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ്റെ ഒരു ചോദ്യമാണ്. സാർ പേരൻ്റ് 2 പേരും കേരളത്തിൽ ജനിച്ചു, കുട്ടി മധ്യപ്രദേശിൽ ജനിച്ചു, കുട്ടിക്ക് കേരളത്തിൽ നേറ്റിവിറ്റി ഉണ്ട്, കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടിയുടെ നേറ്റിവിറ്റി അപ്ലോഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ? യാതൊരു കാരണവശാലും കുട്ടിയുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യരുത്. കാരണം അച്ഛൻ അല്ലെ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് താങ്കളെ സംബന്ധിച്ചോളം പ്രൂവ് ചെയ്യേണ്ടത്. കുട്ടി കേരളത്തിൽ ജനിച്ചാൽ മാത്രമേ കുട്ടിയുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ അപ്ലോഡ് ചെയ്യാവുള്ളൂ. കുട്ടി കേരളത്തിൽ ജനിക്കാത്ത സാഹചര്യത്തിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അവരുടെ പാസ്പോർട്ടോ കുട്ടിയുടെ പാസ്പോർട്ടോ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ കൂടി ഒരുമിച്ച് വെച്ചാൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ച് കഴിയുമ്പോൾ
പ്രോസ്പെക്ടസിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തായിട്ട് കിടക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയും വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയിട്ട് കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്ന രേഖ ഒപ്പിട്ട് മേടിച്ച് അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ നമുക്ക് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. കുട്ടി ജനിക്കാത്ത സാഹചര്യത്തിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സർ, അടുത്തൊരു ചോദ്യം. സെബാസ്റ്റ്യൻ എന്നാണ് പ്രേക്ഷകന്റെ പേര്. ESI 2022-2023 അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് മാർക്ക് എത്രയാണ് ചെയ്യുന്നത്? നീറ്റ് 2023 ESIയുടെ 11 കോളേജുകളിൽ IP വാർഡായിട്ട് കിട്ടിയത് ഏതാണ്ട് ജനറൽ വിഭാഗത്തിന് 63,000 ഓൾ ഇന്ത്യ റാങ്ക്, 550 മാർക്ക് വരെ, OBC വിഭാഗത്തിന് 72,000 റാങ്ക് വരെ, EWS വിഭാഗത്തിന് 84,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ് പ്രവേശനം ലഭിച്ചത്. സർ, അടുത്തൊരു ചോദ്യം. സാർ, ഞാനിപ്പോൾ BDS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. പ്രൈവറ്റ് കോളേജിൽ OBC സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ ഈ ഇയർ നീറ്റ് എഴുതി കിട്ടുക ആണെങ്കിൽ എത്ര ആയിരിക്കും പെനാൽറ്റി? നമുക്ക് മറ്റുള്ള കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കെ നമുക്ക് ഈ വർഷം നീറ്റ് എഴുതുകയും ഈ വർഷം പ്രവേശനം കിട്ടുകയാണെങ്കിൽ നമ്മൾ ലിക്വിഡേഷൻ ഡാമേജ് രീതിയിൽ നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആണ് നമ്മൾ BDSന് പഠിച്ചുകൊണ്ടിരിക്കെ നമുക്ക് നീറ്റ് എഴുതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് ലിക്വിഡേഷൻ ഡാമേജ് ആയിട്ട് അടയ്ക്കേണ്ടത്. ബാക്കി സ്വകാര്യ BDS കോളേജുകളിലാണെങ്കിൽ ബാക്കിയുള്ള 3 വർഷത്തെ ട്യൂഷൻ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. സർ, അടുത്തൊരു പ്രേക്ഷകൻ്റെ കമൻറ്റ്. സർ, കീം നീറ്റ് ആണ് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് EWS ഡിക്ലറേഷൻ ഫോം വെച്ചാൽ മതിയോ? സപ്പോസ് പഴയ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റഗറി പറഞ്ഞാൽ മാത്രം മതി, യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്യണം. കേരള മെഡിക്കലിന് മാർച്ച് മാസത്തിൽ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സാർ, അടുത്തൊരു പ്രേക്ഷകയുടെ കമൻറ്റാണ്. സാർ, എൻ്റെ നെയിം കേരള ഗസറ്റഡ് വഴി ചേഞ്ച് ചെയ്തു. ആധാർ കാർഡിലും റേഷൻ കാർഡിലും മാറി. SSLC നെയിം കറക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ടൈമിൽ എത്തിയില്ലെങ്കിൽ എനിക്ക് പഴയ നെയിം വെച്ച് അപ്ലൈ ചെയ്ത് കൗൺസിലിംഗ് ടൈമിൽ മാറ്റം വരുത്താൻ പറ്റുമോ? അതിനേക്കാളും നല്ലത്, അതായത് ഈ കുട്ടിയുടെ പേരിന് വ്യത്യാസമുള്ളത് ഓൾറെഡി ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ ആപ്ലിക്കേഷനും പുതിയ പേരാണ് ഉപയോഗിക്കേണ്ടത്. SSLC ബുക്കിനകത്ത് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ SSLC ബുക്കും ഗസറ്റ് നോട്ടിഫിക്കേഷനും ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേര് മാറ്റിയത് അംഗീകരിച്ച് കിട്ടുന്നതാണ്. ഇനി പഴയ പേര് ഒരു കാരണവശാലും പുതിയതായിട്ട് ഏത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഉപയോഗിക്കരുത്. പുതിയ പേര് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പുതിയ പേരിൻ്റെ പ്രൂഫിനായിട്ട് SSLC മാർക്ക് ലിസ്റ്റും ഗസറ്റ് നോട്ടിഫിക്കേഷനും ഉപയോഗിക്കാവുന്നതാണ് പുതിയ മാർക്ക് ലിസ്റ്റ് കിട്ടുന്നത് വരെ. സാർ, അതുപോലെ തന്നെ അടുത്തൊരു പ്രേക്ഷകൻ. ഞാൻ +2 കഴിഞ്ഞു, ITI പോയി, എന്നിട്ട് അവിടുന്ന് പാസ് ഔട്ട് ഇറങ്ങി. അപ്പോൾ നീറ്റ് എഴുതിയാൽ അവിടുത്തെ TC ആണ് കയ്യിലുള്ളത്, അത് പ്രശ്നമാവും? നമ്മൾ TCയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മുടെ കയ്യിൽ ഒരു TC ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് +2ൻ്റെ TC വേണമെന്നോ ITIയുടെ വേണമെന്നോ BDSൻ്റെ ആണെന്നോ ഒന്നും കുഴപ്പമില്ല. ഈ ഒരു TC നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും അതിന് വാലിഡിറ്റി ഉണ്ട് താനും. അപ്പോൾ ITIയുടെ TC വെച്ച് തന്നെ താങ്കൾക്ക് ഇനി വരുന്ന നീറ്റിന് പ്രവേശനം നേടാം. സർ, മുഹമ്മദ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ്റെ ചോദ്യം. സാർ, ഇൻകം സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ പേരിലാണോ പേരൻ്റെ പേരിലാണോ എടുക്കേണ്ടത്? എല്ലാവരുടെയും ഒരു ന്യായമായ സംശയമാണ്. ഒരു വർഷം 2021 വർഷം കേരള എൻട്രൻസ് കമ്മീഷൻ അങ്ങനെയുള്ള ഫോമുകൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഫോമുകളല്ല, ഇൻകം സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു കാരണവശാലും ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യമില്ല. അതിലെന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നൽകുകയും അത് പരിഹരിക്കുകയുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്നുള്ളൊരു വിഷയമേ ഇല്ല. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ആരുടെ പേരിൽ വേണം? ഇൻകം ഉള്ള ആൾ ആരാണോ അയാളുടെ പേരിലാണ് ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടത്. അതിൻ്റെ താഴെ കുട്ടിയുടെ പേരുണ്ടായാൽ മതിയാകും. കുട്ടിയുടെ പേരിൽ ഇൻകം സർട്ടിഫിക്കറ്റ് മേടിക്കരുത്, അച്ഛൻ്റെ പേരിലാണ് മേടിക്കേണ്ടത്. അതിൻ്റെ താഴെ ഡോട്ടർ ഓഫ് അല്ല സൺ ഓഫ് കുട്ടിയുടെ പേരാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ നോൺ ക്രിമിലെയർ EWS അങ്ങനെയുള്ളത് കുട്ടിയുടെ പേരിൽ മേടിക്കുകയും അതിൻ്റെ തൊട്ട് താഴെ ഫാദർ എന്നുള്ളിടത്ത് അല്ലെ മദർ എന്നുള്ളിടത്ത് അച്ഛൻ്റെ അമ്മയുടെ പേര് വരികയുമാണ് രീതി. ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന പ്രോഗ്രാമിന് അതിൻ്റെ ടൈറ്റിലിനെ അന്വർത്ഥമാക്കും വിധം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയുമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്.
പ്രേക്ഷകരെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ കമൻസുകൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് മാതാപിതാക്കൾക്കും ഒക്കെ നിരവധി സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നീറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരിലേക്കും ഈ പ്രോഗ്രാം എത്തിക്കുക. അവരുടെ സംശയങ്ങൾക്കുമുള്ള മറുപടി കൃത്യമായി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അടുത്ത വാരം ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാം 80ാമത് എപ്പിസോഡിലാണ്. മറക്കാതെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇന്നത്തെ എപ്പിസോഡിലും നീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം രേഖപ്പെടുത്തുക. കൃത്യമായ മറുപടിയുമായി ശിവൻ സാർ എത്തുന്നതായിരിക്കും. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.